ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സീരീസിന്റെ 7ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഓണം സദ്യക്കുള്ള ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ 200 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ശർക്കര, ഇതിപ്പോൾ 750 ഗ്രാം ശർക്കരയുണ്ട്. അതിനാവശ്യമായിട്ടുള്ള അത്രയും വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഉരുക്കി വച്ചിരിക്കുകയാണ്. നല്ലപോലെ ഉരുക്കി വച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ 50 ഗ്രാം ചൗവരിയും കൂടി നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. നമ്മൾ 2 തേങ്ങ ചിരകിയിട്ട് അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 2.5 കപ്പ് 3-ാം പാലുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് 2-ാം പാലും എടുത്തിട്ടുണ്ട്. 1 കപ്പ് 1-ാം പാലും അതിൽ നിന്ന് എടുത്ത് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. നമുക്കിനി പായസം ഉണ്ടാക്കിയിട്ട് വരാം. പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാക്കണം. ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ചെറുപയർ പരിപ്പ് തട്ടി കൊടുക്കാം. ഇതിനി നമ്മൾ വറുത്തെടുക്കണം. നമ്മൾ ഒരുപാട് വറുക്കാൻ പാടില്ല. ഇതിൻ്റെ കളറ് മാറാതെ വറുത്തെടുക്കണം. അതിൻ്റെ പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി, അത്രയും വറുത്താൽ മതിയാകും. നമ്മുടെ പരിപ്പൊക്കെ ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. നമ്മൾ ഒരു പരിപ്പെടുത്ത് കടിക്കുമ്പം അത് പൊട്ടണം, അതാണ് അതിൻ്റെ പരുവം. അത്രയും ആക്കിയാൽ മതി. ഒരുപാട് കരിച്ചൊന്നും എടുക്കരുത്, ഒരുപാട് വറുത്തെടുക്കരുത്, എങ്കിൽ പായസത്തിൻ്റെ കളറ് മാറിപ്പോവും. ഇത്രയും മതി, നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വച്ചിരിക്കരുത്, ഇത് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കാരണം ഇതിൻ്റെ കളറ് വീണ്ടും മാറിപ്പോവും. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കാം. നമ്മളിപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുക്കറിലേക്ക് തട്ടിക്കൊടുക്കാം. കൂടെ തന്നെ ഒരു 1.5 കപ്പ് വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. 3 വിസിൽ കേൾപ്പിക്കണം. 3 വിസിൽ കേൾക്കുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 3 വിസിൽ കേട്ട് കഴിഞ്ഞു. ഈ ഒരു സമയം നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ വെള്ളമെല്ലാം ഇപ്പം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പെല്ലാം ഉടച്ചു കൊടുക്കണം. ആ സ്പൂണ് കൊണ്ട് തന്നെ നമ്മൾ ഉടച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ലപോലെ ഉടച്ചു കൊടുക്കുക. നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ 1.5 കപ്പ് വെള്ളവും വറ്റിപ്പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമ്മുടെ പരിപ്പെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഉടച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഉടച്ചെടുത്തത്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചു. അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഉടച്ചു വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മളിപ്പോൾ ചൗവരി ഇനി തട്ടിക്കൊടുക്കാൻ പോവുകയാണ്. ചൗവരി നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അരക്കപ്പ് വെള്ളത്തോടൊപ്പമാണ് നമ്മളിപ്പോൾ ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പരിപ്പ് വേവിച്ച വെള്ളം മിച്ചം ഉണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ വെള്ളം തന്നെ മതിയാകും. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാൻ പാടില്ല, ആ ഒരു രീതിക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പരിപ്പെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാം ഒഴിക്കുന്നില്ല, മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നല്ലപോലെ വരട്ടിയെടുക്കണം. നമ്മളിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ വെള്ളമെല്ലാം വറ്റിച്ച് വരട്ടിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് വേവിക്കാൻ ഒഴിച്ച വെള്ളവും ശർക്കര ഉരുക്കിയ വെള്ളവും എല്ലാം കൂടെ കിടന്ന് പച്ച ചുവ അടിക്കും ഇതിന്. അതുകൊണ്ട് എല്ലാം നല്ലപോലെ വറ്റിച്ചെടുക്കണം. നമ്മുടെ പരിപ്പൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വെള്ളമെല്ലാം വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പം ഏകദേശം ഒരു അരവണയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത്രയും വരട്ടിയത് മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 3-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ 3-ാം പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തു. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച സമയത്ത് നമ്മൾ തീ കുറച്ചിട്ടായിരുന്നു. ഈ ഒരു സമയം നമുക്ക് തീ ഇനി വീണ്ടും കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന ചൗവരിയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇരുന്ന് കുറുകട്ടെ. നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയം തീ ഒന്ന് കുറച്ചിട്ടിട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം.
അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചവ്വരിയെല്ലാം ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കര മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ 750 ഗ്രാം ശർക്കരയാണ് 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിരുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു ഏകദേശം ഒരു 600 ഗ്രാമോളം ശർക്കര നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ കറക്റ്റ് മധുരമുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ 1-ാം പാലും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ശർക്കരപ്പാനി ചേർക്കുവാണെങ്കിൽ നല്ലപോലെ വീണ്ടും ഇത് കുറുക്കിയിട്ട് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അതല്ലാണ്ട് 1-ാം പാല് ചേർത്തതിന് ശേഷം ശർക്കര ഒഴിക്കാൻ വേണ്ടി നിൽക്കരുത്. ബാക്കി വരുന്ന ശർക്കര ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ചാൽ മതി. നമുക്ക് വേറെ എന്തിനെങ്കിലുമൊക്കെ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു രീതിക്ക് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കുറുകുമ്പോഴേക്കും നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചവ്വരി സെപ്പറേറ്റ് ഇട്ടല്ല വേവിച്ചിരിക്കുന്നത്, പരിപ്പിൻ്റെ കൂടെ ഇട്ടാണ് വേവിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചവ്വരി സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് കൊണ്ട് ചേർത്താലും മതി. നമ്മുടെ പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. നമ്മളിപ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും കട്ടിയുണ്ട്. ഇനിയും ഇതിരുന്ന് കുറുകും. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണമെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസമെല്ലാം കുറുകി കറക്റ്റ് പരുവമായിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസമെല്ലാം ഇനി പായസത്തിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വറുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും അളവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് ഈ പരിപ്പ് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്